ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് തടയിട്ടും വ്യാജ പരസ്യങ്ങൾക്ക് മൂക്കുകയറിട്ടും ശക്തമായ പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം തിങ്കളാഴ്ച നിലവിൽ വരും. ഉപഭോക്തൃ പരാതികളിൽ 21 ദിവസത്തിനുള്ളിൽ നടപടി ഉറപ്പാക്കുന്ന നിയമം ഉൽപ്പന്നത്തിലെ പിഴവ് മൂലം ഉപഭോക്താവിന് പരുക്കേറ്റാൽ ഉൽപ്പാദകർക്ക് ജയിൽ ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്നു. ഉൽപ്പന്നത്തിന്റെ അളവ്, ഗുണനിലവാരം, വില എന്നിവ വ്യക്തമായി രേഖപ്പെടുത്താത്തവർക്കെതിരെ ഉപഭോക്താവിന് പരാതി നൽകാം. നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. ഉൽപ്പന്നത്തിലെ പിഴവ് മൂലം ഉപഭോക്താവിന് പരിക്കേറ്റാൽ ഉൽപ്പാദകർക്ക് 7 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും വരെ ശിക്ഷ ലഭിക്കാം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കും മോശം ഉൽപ്പന്നങ്ങൾക്കും കാരണക്കാരായ കമ്പനികൾക്ക് മേൽ കർശന നിയന്ത്രണം. മോശം ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്ന താരങ്ങൾക്ക് പിഴ തുടങ്ങി പുതുതായി നിലവിൽ വരുന്ന നിയമത്തിൽ ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കാൻ ഒട്ടേറെ വകുപ്പുകളുണ്ട്. പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളെ നടപടിയിൽ നിന്ന് ഒഴിവാക്കും. ഇ കൊമേഴ്സ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല ഇപ്പോൾ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. ഓൺലൈൻ മേഖലയിൽ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങിയാൽ അതിലെന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ അത് ഉപഭോക്താവ് താമസിക്കുന്ന സ്ഥലത്തുള്ള കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുമെന്ന സവിശേഷതയാണ് ഈ നിയമത്തെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കുന്നത് എന്ന് പറയേണ്ടി വരും. തട്ടിപ്പിനിരയാകുന്ന ഉപഭോക്താവിന്റെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കാൻ നേരത്തെ ദേശീയ, സംസ്ഥാന, ജില്ലാതല ഫോറങ്ങളുണ്ടായ സ്ഥാനത്ത് ഇനി മുതൽ കമ്മീഷനാണ്. ജില്ലാ കമ്മീഷന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ നൽകണമെങ്കിൽ ഉപഭോക്താവിന് നഷ്ടപരിഹാരമായി വിധിച്ച തുകയുടെ 50% എതിർകക്ഷി കെട്ടിവെക്കണം. 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാര കേസുകൾ ജില്ലാ കമ്മീഷനും 1 മുതൽ 10 കോടി വരെയുള്ളത് സംസ്ഥാന കമ്മീഷനും അതിനു മുകളിലുള്ളത് ദേശീയ കമ്മീഷനുമാണ് പരിഗണിക്കുക. മനോരമ ന്യൂസ്, കൊച്ചി.